വിദ്യാലയമുണ്ട് തൃശ്ശൂർ. പുസ്തകക്കെട്ടുമായി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളല്ല, മറിച്ച് കാലത്തിന്റെ അനിവാര്യത പോലെ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്ന ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞായറാഴ്ചകളിൽ ഈ വിദ്യാലയത്തിൽ സജീവമാണ്. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലാണ് ഞായറാഴ്ചകളെ സജീവമാക്കി പൂർവ്വ വിദ്യാർത്ഥികൾ എത്തുന്നത്. ആ പൂർവ്വ വിദ്യാർത്ഥികളിൽ 50-നും 60-നും ഇടയിൽ പ്രായമുള്ളവരുമുണ്ട്. പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിനൊപ്പം തങ്ങളുടെ പ്രിയ വിദ്യാലയത്തിന് തങ്ങൾ താമസിക്കുള്ള സഹായവും ചെയ്യുകയാണ് ഞായറാഴ്ചകളിലെ ഈ ഒത്തുകൂടലിന്റെ ലക്ഷ്യം. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഞായറാഴ്ചകളിലെ ഒത്തുകൂടലിലൂടെ ഇവിടെ നടക്കുന്നത്. ഒപ്പം സ്കൂളിൽ നടപ്പാക്കാവുന്ന ഗുണകരമായ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഈ ഒത്തുകൂടലിൽ ഉണ്ടാകും. ഞായറാഴ്ചകളിലെ ഈ ഒത്തുകൂടലിലെത്തുന്നവരിൽ സമൂഹത്തിലെ പല ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിരമിച്ചവരും സ്വന്തമായി കച്ചവട സാമ്രാജ്യമുള്ളവരുമുണ്ട്. ചെമ്പൂക്കാവ്, അയ്യന്തോൾ, ഒല്ലൂർ, കുരിയച്ചിറ, കണിമംഗലം തുടങ്ങി നഗരപരിസരത്തു നിന്ന് മാത്രമല്ല കിലോമീറ്ററുകൾ ദൂരമുള്ള അന്തിക്കാരിൽ നിന്ന് പോലും തിരക്കേറിയ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കിട്ടുന്ന ഒഴിവു സമയം സ്വന്തം കാര്യങ്ങൾക്കായി മാറ്റിവെക്കാതെ തങ്ങളെ ഇത്രത്തോളം എത്തിച്ച ഈ പൂർവ്വ വിദ്യാലയത്തിൽ ചെലവഴിക്കാനായി ഓടിയെത്തുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അന്ന് തൃശൂർ വെസ്റ്റ് CI ആയിരുന്ന A. രാമചന്ദ്രനാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പല ബാച്ചുകളിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. ഒരു കാലത്ത് വിദ്യാഭ്യാസ കായിക രംഗത്ത് ഏറെ പ്രശസ്തമായിരുന്ന 125 വർഷം പഴക്കമുള്ള മോഡൽ ബോയ്സ് ഹൈസ്കൂളിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനായി ചർച്ച ചെയ്യാനും ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും എല്ലാ ഞായറാഴ്ചകളിലും ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഒത്തുകൂടാൻ തീരുമാനമെടുത്തു. തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായാണ് ജീർണാവസ്ഥയിൽ നിലനിന്നിരുന്ന സ്കൂളിന്റെ ഓഫീസുകളടക്കം പ്രധാന ക്ലാസുകൾ നിലനിന്നിരുന്ന L ബ്ലോക്കിന്റെ പുനരുദ്ധാരണം നടന്നത്. തുടർന്ന് 2012 മോഡൽ ബോയ്സ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ തൃശൂർ എന്നതിന്റെ ചുരുക്കമായി ബൊസാറ്റ് എന്ന പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബൊസാറ്റിന്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരായ സ്കൂൾ അധികൃതരും PTA-യും ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ ഓഫീസ് സൗകര്യവും ഇവർക്കായി അനുവദിച്ചിട്ടുണ്ട്. ജീവിത മേഖലയിലെ പല പ്രതിസന്ധികൾക്കും പരസ്പര പരിഹാരം കണ്ടെത്തിയും ഒഴിവു സമയം കർമ്മനിരതമാക്കിയുമുള്ള ഈ പ്രവർത്തനം തങ്ങളുടെ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും ബൊസാറ്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ K. ഗിരീശൻ പറഞ്ഞു. ലോകത്തിലെമ്പാടുമുള്ള ഏറ്റവും നാസയിലടക്കം ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം 1000-ലും മേലെ മെമ്പർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. 100 രൂപയുടെ വാർഷിക ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പിനുള്ളത്. ഇപ്പോൾ ഞങ്ങൾ മെമ്പർഷിപ്പിന് ചേർത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി എത്തിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ഫേസ്ബുക്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ മോഡൽ ബോയ്സ് ഓൾ സ്റ്റുഡൻസ് കൂട്ടായ്മയിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള മെമ്പർമാർ അതിനായി ഇടപെടുകയും ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അവരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും 100% ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം സ്കൂളിലെ ഉച്ചക്കഞ്ഞി ആവശ്യത്തിനായി ഒരു പച്ചക്കറിത്തോട്ടവും വനസംരക്ഷണ സന്ദേശമുയർത്തി അശോകവനവും നക്ഷത്രോദ്യാനവുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സെക്രട്ടറി റോഷൻ ആട്ടോക്കാരൻ പറയുന്നു. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതിനെ ഒന്ന് ഇവിടെ ഒരു പച്ചക്കറിത്തോട്ടം, അത് ഏപ്രിലിൽ ചെയ്യുന്നത്, ജൂണിൽ അതിൻ്റെ വിളവെടുപ്പ് സ്കൂളിൻ്റെ ആരംഭത്തോടുകൂടി, പിന്നെ ഒരു അശോകവനം, പിന്നെ ഔഷധിയുടെ ഒരു തോട്ടം, അങ്ങനെ പിന്നെ മെയിനായിട്ട് സ്കൂളിൻ്റെ ഔട്ട്ലുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാനും അവർ നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ല കുട്ടികളായി പഠിച്ച് ഇവിടുന്ന് പുറത്തു വന്ന് നല്ല നിലയിലെത്തിക്കാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനം അടുത്തതിൽ ഭാഗമായി ചെയ്യുന്നു. ഗൃഹാതുരത്വം എന്ന് മാത്രം പറയാതെ പ്രവർത്തനങ്ങളിലൂടെയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ സജീവമാക്കേണ്ടതെന്ന് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസും പറയുന്നു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ക്ലാസ്മേറ്റ്സ് സിനിമയ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ആവേശത്തിൽ നടക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിച്ച് കാണിക്കുക എന്ന ഉദ്ദേശവുമായാണ് മോഡൽ ബോയ്സിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രവർത്തനം കൊണ്ട് ഒട്ടനവധി പ്രവൃത്തി ദിനങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കി കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സർക്കാർ സംരംഭത്തെ ഇത്രയും ക്ഷേമമാക്കി മുന്നേറ്റിയതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള പങ്ക് വലുതാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ ഇതൊരു മാതൃകയാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ വലിയ അഭിപ്രായം. നൊസ്റ്റാൾജിയ പറഞ്ഞ് പിരിയുന്ന പല കൂട്ടായ്മകൾക്കും ഇതൊരു മാതൃകയാവട്ടെ. പ്രവർത്തിച്ച് കാണിക്കുകയാണ് ആദ്യം വേണ്ടത്. നൊസ്റ്റാൾജിയോടൊപ്പം പ്രവർത്തനം എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഈ വാക്കുകൾ ഗിരീഷിന്റെയോ റോഷന്റെയോ ശോഭയുടെയോ മാത്രം വാക്കുകളല്ല, തങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകളാണെന്ന് മറ്റു
മറ്റുള്ളവരും ഏറ്റുപറയുന്നു. ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന കർമ്മപ്രവർത്തനങ്ങൾക്ക് ശേഷം കയ്യിൽ കരുതിയ ബിസ്ക്കറ്റും വെള്ളവും കഴിച്ച് പഴയകാല ഓർമ്മകൾ പുതുക്കി അല്ല ഇന്നും ഇവിടെ തുടരുന്ന വിദ്യാർത്ഥികളെ പോലെ ഇവർ പിരിഞ്ഞു പോകും. അടുത്ത ഞായറാഴ്ചയിൽ ആരാണ് നേരത്തെ എത്തുക എന്ന ആകാംക്ഷയിൽ.